ഛത്തീസ്ഗഡിൽ 26 മാവോയിസ്റ്റുകൾ ദന്തേവാഡ ജില്ലയിൽ സുരക്ഷാ സേനയ്ക്ക് മുമ്പിൽ കീഴടങ്ങി. ഇവരിൽ 3 പേർക്ക് സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ലക്ഷ്മി ബാലചന്ദ്രനാണ് ചേരുന്നത്. ലക്ഷ്മി, ഏതായാലും പോരാട്ടങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും വാർത്തകൾക്ക് പകരം മറ്റൊരു സന്തോഷകരമായ വാർത്തയാണ് ഛത്തീസ്ഗഡിൽ നിന്നും എത്തുന്നത്. ഏതായാലും 26 മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ? ഇതിൽ സർക്കാർ പാരിതോഷികമടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ കൂടി. തീർച്ചയായും ലക്ഷ്മി, ഛത്തീസ്ഗഡിൽ നിന്ന് ഇപ്പോൾ 26 മാവോയിസ്റ്റുകൾ ദന്തേവാഡ ജില്ലയിൽ നിന്ന് കീഴടങ്ങി സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. വീട്ടിലേക്ക് മടങ്ങുക എന്നർത്ഥം വരുന്ന ഒരു ലോൺ വരാത്തു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കീഴടങ്ങൽ നടക്കുന്നത്. 2020 മുതൽ തന്നെ ഈ ഒരു ക്യാമ്പയിൻ പ്രവർത്തിക്കുന്നുണ്ട്. ലോൺ വരാത്തു മുദ്രാവാക്യം നിരവധി മാവോയിസ്റ്റുകൾക്കിടയിൽ വൈകാരികമായ ഒരു വികാരം ഉണ്ടാക്കി എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു കീഴടങ്ങൽ എന്നാണ് പറയുന്നത്. 2020 മുതൽ കണക്കിൽ 953 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിട്ടുണ്ട്. ഇവരിൽ 3 നേതൃത്വ നിരയിലുള്ള ഈ കീഴടങ്ങിയവരിൽ 3 നേതൃത്വത്തിലുള്ള 3 ആളുകൾക്കാണ് ഇപ്പോൾ പാരിതോഷികം കൊടുത്തത്. 3 ലക്ഷം 1,50,000 രൂപ എന്നീ തോതിൽ ഇവർക്ക് പാരിതോഷികം നൽകിയതായാണ് പറയുന്നത്. ഇന്നലെയും 86 പേർ തെലങ്കാനയിൽ മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നാകെ കീഴടക്കിയിരുന്നു. ഇവർക്ക് പുതിയ രീതിയിലുള്ള ജീവിത സാഹചര്യം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുമെന്നാണ് ഛത്തീസ്ഗഡിലെ സർക്കാർ പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ അമിത്ഷാ ഉൾപ്പെടെ 2026 മുന്നിൽ ഇങ്ങനെയൊരു നക്സലൈറ്റ് വിരുദ്ധ അല്ലെങ്കിൽ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ സേന ഇത്തരത്തിൽ മാവോയിസ്റ്റുകളെ. നാഷണൽ ഡെസ്കിൽ നിന്നും ലക്ഷ്മി ബാലചന്ദ്രൻ.